ദാവീദ് പറയുന്നു, ദൈവത്തിന് യാഗം ആവശ്യമില്ല. ഒരു രാജാവായിരുന്ന ദാവീദിന് യാഗങ്ങൾ അർപ്പിക്കുന്നത് വളരെ എളുപ്പമായിരുന്നേനെ. അവന് യാഗങ്ങൾ അർപ്പിക്കാൻ ആവശ്യമായ എല്ലാ മൃഗങ്ങളും പൊന്നും വെള്ളിയും മറ്റു വിഭവങ്ങളും ഉണ്ടായിരുന്നു. അവൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് യാഗങ്ങൾ അർപ്പിക്കാമായിരുന്നു. ദൈനംദിന ധ്യാനം. നിനക്ക് യാഗ ആവശ്യമില്ല, ഇല്ലെങ്കിൽ ഞാനത് കൊടുക്കുമായിരുന്നു. നിനക്ക് ഹോമയാഗത്തില് സന്തോഷം. ഞാൻ സങ്കീർത്തനം 51:16. ദാവീദ് പറയുന്നു, ദൈവത്തിന് യാഗ ആവശ്യമില്ല. ഒരു രാജാവായിരുന്ന ദാവീദിന് യാഗങ്ങൾ അർപ്പിക്കുന്നത് വളരെ എളുപ്പമായിരുന്നേനെ. അവന് യാഗങ്ങൾ അർപ്പിക്കാൻ ആവശ്യമായ എല്ലാ മൃഗങ്ങളും പൊന്നും വെള്ളിയും മറ്റ് വിഭവങ്ങളും ഉണ്ടായിരുന്നു. അവൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് യാഗങ്ങൾ അർപ്പിക്കായിരുന്നു. അത് അവനൊരു പ്രശ്നമാകില്ലായിരുന്നു. ദാവീദ് ദൈവത്തിന്റെ ഹൃദയം നന്നായി അറിയുന്നവനായിരുന്നു. ദൈവം യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നത് ദാവീദ് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. അതിനാൽ ദാവീദ് പറയുന്ന, നിനക്ക് യാഗ ആവശ്യമില്ല, അതാണ് നിനക്ക് ആവശ്യമെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. എന്തുകൊണ്ടാ ദൈവത്തിന് യാഗം ആവശ്യമില്ലാത്തവൻ? യാഗങ്ങൾ അർപ്പിക്കണമെന്ന് കൽപ്പിച്ചത് ദൈവം തന്നെയായിരുന്നു. പാപിയായ മനുഷ്യർക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യാൻ യാഗങ്ങൾ ആവശ്യമാണ് എന്ന് പഠിപ്പിച്ചതും അവനാണ്. അങ്ങനെയെങ്കിൽ ദൈവം യഥാർത്ഥത്തിൽ യാഗങ്ങളെയാണ് ആഗ്രഹിച്ചതോ? അല്ല, കാരണം സകല സൃഷ്ടിയും അവൻ സൃഷ്ടിച്ചതും അവനു വേണ്ടിയുമാണ്. അവനൊന്നും കുറയാ. ഒന്നും വെള്ളിയും യഹോവയുടേനാ, ഭൂമിയും അതിലെ സമ്പത്തും യഹോവയുടെ വേറെ. അവന് എന്തെങ്കിലും ആവശ്യമുള്ളവനായി മനുഷ്യരുടെ കൈകളാൽ ആരാധിക്കപ്പെടുന്നില്ല. കാരണം അവൻ എല്ലാവർക്കും ജീവനും ശ്വാസവും എല്ലാം നൽകുന്നവനാണ്. പ്രവൃത്തികള് 17:25. കാണാം, കാട്ടിലെ എല്ലാ മൃഗങ്ങളും എന്റേതും 1000 കുഞ്ഞുകളിലുള്ള പശുക്കളും എന്റേതുമാണ്. മലകളിലെ എല്ലാ പശുക്കളെയും ഞാൻ അറിയുന്നു. കാട്ടിലെ മൃഗങ്ങളും എന്റേതുമാണ്. എനിക്ക് വിശക്കുകയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയില്ലായിരുന്നു, കാരണം ലോകവും അതിലെ സമ്പത്തും എന്റേതുമാണ്. ഞാൻ കാളകളുടെ മാംസം തിന്നുകയോ ആടുകളുടെ രക്തം കുടിക്കുകയോ ചെയ്യുമോ? സങ്കീർത്തനം 50:10-13. അതിനാൽ ദൈവം യാഗങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പകരം പാപം ചെയ്ത ഒരാൾ തന്റെ പാപത്തിൽ ദുഃഖിക്കുകയും മനസ്സുമാറ്റുകയും ചെയ്യണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. അതിനാലാണ് മനസ്സുമാറ്റം കാണിക്കാത്ത ഇസ്രായേൽ ജനങ്ങളുടെ യാഗങ്ങളും ഉത്സവങ്ങളും ദൈവം വെറുത്തത്. ഞാൻ നിങ്ങളുടെ ഉത്സവ ദിനങ്ങളെ വെറുക്കുന്നു, അവയെ ഞാൻ അസഹ്യപ്പെടുന്നു. നിങ്ങളുടെ വിശുദ്ധ സഭകൾ എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ധാന്യയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ അവ സ്വീകരിക്കില്ല. നിങ്ങളുടെ പോഷിച്ച സമാധാന യാഗങ്ങൾക്കും ഞാൻ മുഖം തിരിക്കില്ല. ആമോസ് 5:21-22. നിങ്ങളുടെ അനേക യാഗങ്ങൾ എനിക്ക് എന്തിന് എന്ന് യഹോവ പറയുന്നു. ആട്ടുകൊറ്റൻ ഹോമയാഗങ്ങളും പോഷിച്ച കാളകളുടെ കൊഴുപ്പും എനിക്ക് മതിയാകുന്നു. കാളകളുടെയോ ആടുകളുടെയോ കോലാടുകളുടെയോ രക്തത്തിൽ എനിക്ക് സന്തോഷമില്ല. യെശയ്യാവ് 1:11. ഇന്ന് ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ യാഗങ്ങളോ അർപ്പണങ്ങളോ അല്ല, മറിച്ച് സത്യസന്ധമായ മനസ്സുമാറ്റമാണോ അവൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ യഥാർത്ഥ മനസ്സുമാറ്റം കൂടാതെ ദൈവത്തിനായി ചെയ്യുന്ന ഏത് കാര്യവും അവൻ നിരസിക്കും. ഈ ജനങ്ങൾ വായാൽ എന്നെ സമീപിക്കുകയും അധരങ്ങളാൽ എന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്നു, പക്ഷെ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരെയാണ്. മത്തായി 15:8. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പമാകട്ടെ. ആമേൻ.